അഡ്വക്കേറ്റ് പി എം നിയാസ്, അന്ന് ജനാധിപത്യത്തിന് വിലക്കേർപ്പെടുത്തിയവർ, ഭരണഘടനയെ തുറുങ്കിലടച്ചവർ, ഇന്ന് അതേ ഇന്ദിരയുടെ നേർ പിൻഗാമികൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നടക്കുന്നു. പശ്ചാത്താപം കൊണ്ടാവും അല്ലേ? നോക്കൂ കൃഷ്ണരാജ്, ഇവിടെ നേരത്തെ നമ്മുടെ KVS ഹരിദാസും അതുപോലെ കുറെ നേരം ഗോവ ഗവർണറായിരുന്നുള്ള എന്റെ നാട്ടുകാരനായ ശ്രീധരൻപിള്ളയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളിപ്പോ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി എന്തോ മഹാപാതകം, ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ എന്തോ ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭരണഘടനയിലെ 352 വകുപ്പ്, അതിൽ വളരെ വ്യക്തമായി അന്ന് ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് 3 പ്രൊവിഷനാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന്, യുദ്ധം നടക്കുമ്പോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ശത്രുരാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കുമ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ 3 തവണ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, 71-ലെ കാലത്തും അതുപോലെ 62-ലെ യുദ്ധകാലത്തും നമ്മൾ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയിരുന്നു. 71-ലെ കാലത്ത് അടിയന്തരാവസ്ഥ ഏതാണ്ട് 5 വർഷത്തോളം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമാണ്. എന്തായിരുന്നു ഇന്റേണൽ ഡിസ്റ്റർബൻസ്? ഇപ്പൊ കൃഷ്ണരാജ് അതുപോലെ തന്നെ RSSന്റെയും ഒക്കെ വാക്കുകൾ കേട്ടാൽ വിചാരിക്കും ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്ന്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അക്കാലത്ത് നടന്നു. ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി 17 ലക്ഷത്തോളം വരുന്ന നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേയുടെ സമരം 3 ദിവസം ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. നിങ്ങൾ ടോട്ടൽ റെവല്യൂഷൻ, ജയപ്രകാശ് നാരായണൻ പറഞ്ഞത് ടോട്ടൽ റെവല്യൂഷൻ എന്ന ഒരു രീതിയിൽ ബീഹാറിൽ അവിടെ സർക്കാരിനെ താഴെയിടാനുള്ള ഒരു വിപ്ലവമുണ്ട്. ടോട്ടൽ റെവല്യൂഷനാണ് ഉണ്ടാക്കിയത്. അതുപോലെ മൊറാർജി ദേശിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലുണ്ടായ അതിക്രമങ്ങൾ. അതിനോടൊപ്പം ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. ഈ നിങ്ങളുടെ JP എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണൻ അന്ന് രാംലീല മൈതാനത്ത് പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് പോലീസ് സേനയും ആർമിയും, ഇന്ത്യൻ ആർമിയാണ്, ആർമിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയോ ഭരണകൂടത്തിന്റെയോ ഒരു ഉത്തരവും നടപ്പിലാക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഈ രാജ്യത്തെ ഭരണകൂടത്തെ തകർക്കുവാൻ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലാതെ പിന്നെ എന്താണ്? ഈ രാജ്യത്ത് അധികാരത്തിൽ ജനാധിപത്യത്തിലൂടെ കടന്നു വന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കുവാൻ, റബലിൻ ഉണ്ടാക്കുവാൻ, ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുവാൻ, വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ പ്രൊവിഷൻ, അതിൽ തെറ്റുകളുണ്ടാകാം, ശരികളുണ്ടാകാം, പക്ഷെ അന്ന് അത് ആവശ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ തുടർന്നാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. അതിനെ തുടർന്നാണ് ഈ രാജ്യത്തെ ബാങ്ക് ദേശവൽക്കരണവുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഉത്തരവുണ്ടായത്. പിന്നെ ഇപ്പൊ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അവിടെ ഹൈക്കോടതിയിൽ, അലഹാബാദ് ഹൈക്കോടതിയിലെ വിധി സ്റ്റേ ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ രാംലീല മൈതാനത്തെ പ്രസംഗവും നടപടികളുമായി മുന്നോട്ട് പോയത്. ആ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ വലിയ കുറ്റം പറയുന്നല്ലോ. ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റാണെങ്കിൽ 21 മാസം കഴിഞ്ഞ് അതേ ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഒരു തരത്തിലുള്ള നിശബ്ദമായ പ്രവർത്തനങ്ങളില്ലാതെ, നിങ്ങൾ ഈ ശ്രീധരൻപിള്ള പറയും പോലെ ഒരു കലാപോ ഒരു പ്രശ്നമോ ഇന്ത്യയിൽ എവിടെയും ഇല്ലാതിരുന്നിട്ടും അവിടെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു, തെരഞ്ഞെടുപ്പിലേക്ക് പോയി, വിസ തടവുകാരെ മുഴുവൻ തുറന്നു വിട്ടുകൊണ്ട് മുന്നോട്ട് പോയി. നിങ്ങൾ ആലോചിക്കണം, ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ എല്ലാ കാലവും ഭരണഘടന സസ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ചെയ്തില്ല. ജനാധിപത്യവാദിയാണ് അവർ, അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ RSSും CPM-ഉം എല്ലാ അവിയൽ പാർട്ടികളും ഉണ്ടാക്കിയ ജനതാ പാർട്ടി ഭരിച്ചല്ലോ ഏതാണ്ട് 3 കൊല്ലക്കാലം. അത് ഭരിച്ച് ഇന്ദിരാഗാന്ധിയെ പരമാവധി വിജയിച്ച്, ജനാധിപത്യ രീതിയോട് വിജയിച്ചു വന്ന, ചിക്മംഗ്ലൂരിൽ നിന്ന് വിജയിച്ചു വന്ന അവരെ പോലും ജയിലിലടച്ച് അവരെ പാർലമെന്റിലേക്ക് കയറ്റാൻ അനുവദിക്കാതെ ജനാധിപത്യ വിരുദ്ധമുണ്ടാക്കി. ഞങ്ങളൊന്നും മിടിയില്ലല്ലോ. ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരെ തിരിച്ച് 352 സീറ്റുകളുമായി 3 വർഷത്തിനുള്ളിൽ അവരെ തിരിച്ച് അധികാരത്തിലെത്തി. അവർ ഇത്ര വലിയ പാതകം ചെയ്തിരുന്നുവെങ്കിൽ, അവർ ഈ രാജ്യത്തെ മുഴുവനും തകർത്തുവെങ്കിൽ ഈ ജനങ്ങൾ ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ കാരണം അവർ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ്. എന്നാൽ ഇന്ന് അടിയന്തരാവസ്ഥയുടെ ഒരു കാര്യവുമില്ലാതെ, ഇപ്പൊ ശ്രീധരൻപിള്ള അവിടെ പറഞ്ഞല്ലോ പ്രസിന്റെ സെൻസർഷിപ്പിനെ കുറിച്ച്. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം നടത്തിയ ഒരു സമരം മാതൃഭൂമി ഉൾപ്പെടെ പറഞ്ഞില്ല എന്ന്. എന്നാൽ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര നിങ്ങൾ ഒരു സെൻസർഷിപ്പും ഇല്ലാതെ
ഭരണകൂട ഭീകരത കൊണ്ട് ഇന്ത്യയിൽ ഒരു പത്രങ്ങളിലും ഒരു മാധ്യമങ്ങളിലും അത് വരാതെ നിങ്ങൾ വളരെ ശ്രമപരമായി കൊണ്ട് മുന്നോട്ട് പോയി. അധികാരത്തിലിരിക്കുന്ന നിങ്ങൾ ഇവിടെ എല്ലാ സ്കീമുകളെയും പറ്റി പ്രതിപക്ഷങ്ങളെ കൂട്ടത്തോടെ ജയിലിലടക്കുവാനും നിയമവിരുദ്ധ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ പോയപ്പോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായില്ല. ഇപ്പൊ ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു കാര്യം എന്താ? ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് സീനിയറായ ജഡ്ജിമാരെ നിങ്ങൾ മൂലക്കിരുത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇന്ത്യ രാജ്യത്തെ കേരളക്കാരനായ കുര്യൻ ജോസഫ് ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട ജഡ്ജിമാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്രസമ്മേളനം നടത്തി. ശേഷമുള്ള ഇന്ത്യയെ കുറിച്ച് ആവോളം പറഞ്ഞോളൂ, പക്ഷെ അടിയന്തരാവസ്ഥ കാലത്തെ ന്യായീകരിക്കരുത് പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പറഞ്ഞ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് അന്നത്തെ നിങ്ങൾ ഈ രാജ്യം തകർക്കുവാൻ വൈദേശിക ശക്തികളിൽ നിന്നും അച്ചാരം വാങ്ങി മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇന്ത്യയെ നിലനിർത്തുവാൻ അടിയന്തരാവസ്ഥയില്ലാതെ മറ്റു മാർഗം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്ന 2 കാര്യങ്ങളുണ്ട്, ഉത്തരേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ മൊത്തത്തിൽ കുഴപ്പമാണെങ്കിൽ അങ്ങ് ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ 5 സംസ്ഥാനങ്ങൾ, തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ അത് 80 100% വിജയത്തോടു കൂടി മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നത് കാരണം എന്താ? ജനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ ചില പാകപ്പിഴവുകൾ ഉണ്ടായി. അധികാരത്തിൽ ഇരുന്ന ആ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായ പാകപ്പിഴവുകൾ നമുക്ക് താൽക്കാലികമായ ഒരു ക്ഷീണം സംഭവിച്ചു. അത് 3 വർഷം കൊണ്ട് ഞങ്ങൾ തിരുത്തി വന്നു. ഞാനിവിടെ പറഞ്ഞു പോയ പോയിന്റ് അതല്ല. ഇന്ത്യ രാജ്യത്ത് ഒരു സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ ഭരണകൂട ഭീകരതയ്ക്കെതിരായി ഫാസിസ്റ്റ് നിലപാടിനെതിരെ ഇന്ത്യയിലെ ജുഡീഷ്യറിയെ ഇൻഡിപെൻഡന്റ് ആയി വിടുന്നില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തല്ല പറഞ്ഞത്, ഇപ്പോഴാണ് പറഞ്ഞത്. അതേക്കുറിച്ച് താങ്കളുടെ ഗവർണർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.